ഐഫോണിന്റെയും സാംസങ്ങിന്റെയും കാലൊക്കെ കഴിഞ്ഞ് ഗൈസ് ഇനി ഭരിക്കാൻ പോണ ഇറ്റാണ് വിവോ. നമ്മുടെ വിവോ X300 അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ടായി. May 6 റിലീസ് ചെയ്തിട്ടുണ്ടായത്. ദാറ്റ് മീൻസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ വിവോ X300 അൾട്രയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. ആൻഡ് ഐഫോണിനേക്കാളും ബെറ്റർ ആണോ സാംസങ്ങിന്റെ S25 അൾട്രനേക്കാളും ബെറ്റർ ആണോ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സോ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം. അത് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ടെക്കിനെ കുറിച്ച് ടെക് കണ്ടന്റ്സ് അഥവാ മൊബൈൽസിനെ കുറിച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്. അപ്പോൾ നേരിട്ട് എടുക്കാം. സോ ഗൈസ് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചിന്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 2Kയുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2K കണ്ടന്റ്സ് ഒക്കെ കാണാം. ദാറ്റ് മീൻസ് കുറച്ചും കൂടി 1.5Kനേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ ഇതിൽ കാണാം. അതുപോലെ തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് HDR കണ്ടന്റ്സ് ഒക്കെ കാണാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അൾട്രാസോണിക് 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ചപ്പന്നെ സാധനം സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ആയിക്കോളും. പിന്നെ അതല്ലാതെ കുറെ ഇത് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ആഴത്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് അതിന്റെ ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് ഇത്രേ ഉള്ളൂ. ഇനി പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് നമ്മൾ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി S26 അൾട്രയിലുണ്ട്. അതേ ചിപ്സെറ്റ് ആണ് നമ്മുടെ ഈ ഫോണിൽ വരുന്നത്. പിന്നെ അതില്ലാത്തൊരു കാര്യമുണ്ട്, UFS 4.1. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 3.1ഉം 4.1 ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. 4.0 പറയണ്ടായില്ല, 4.1 വ്യത്യാസം പറയണ്ടായി. നിങ്ങളിപ്പോ ചില യൂട്യൂബേഴ്സിന്റെ ഈ ഫോണിനെ കുറിച്ച് ചിലവര് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടുണ്ട്. അതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഒരു പ്രോസസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. അത് UFS 4.1 സ്റ്റോറേജ് ഉള്ള കാര്യമാണ്. LPDDR5X റാമും വരുന്നുണ്ട്. സോ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 256GB 512GB അതുപോലെ തന്നെ 1TBയുടെ സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട്. റാം ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 16GB മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കൺഫേം ചെയ്തിട്ട്. അപ്പോൾ പെർഫോമൻസ് എല്ലാം ഇത്രേ ഉള്ളൂ. അടുത്തതാണ് ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെന്റ്. സോ ബാറ്ററി 6600 mAh ബാറ്ററിയാണ്. ഒരു 1.5 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് കിട്ടും. പിന്നെ ഫോൺ ഒരു ലാർജ് ഫോണാണ്. ക്യാമറയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ 1 ഡേ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. സോ അതും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ആൻഡ് പിന്നെ ഇതിൽ ചാർജിങ്ങിലേക്ക് വരുമ്പോൾ 100 വാട്ടിന്റെ വയർഡ് ചാർജിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 40 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. 40 വാട്ട് തന്നെ തോന്നി രണ്ടും. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സോ രണ്ട് നല്ല ഓഡിയോ ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഇതിൽ X-ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്. സോ അതാകുമ്പോൾ നമുക്ക് ഹാപ്റ്റിക്സ് ഒക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് പിന്നെ ഇതിന്റെ കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ 5G ഉണ്ട്. ഡ്യുവൽ സിമ്മും ഇടാം, അതുപോലെ തന്നെ ഇ സിമ്മും ഇടാം. അതുപോലെ തന്നെ Wi-Fi 7 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. പിന്നെ USB 3.2 ആണ്. സോ ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ളതൊക്കെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ NFC വരുന്നുണ്ട്, GPS ഒക്കെ വരുന്നുണ്ട്. അടുത്തതാണ് ഈ ഫോണിന് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള കാരണം, ദാറ്റ് ഈസ് ഇറ്റ്സ് ക്യാമറാസ് ഗൈസ്. ക്യാമറ വിവോ മോളായിരിക്കും ഗൈസ്. അതുപോലെയാണ് അവർ അവിടെ പണിത് വെച്ചേക്കുന്നത്. സോ സ്പെക്ക് നോക്കിയിട്ട് വരാം. സോ മെയിൻ സെൻസർ ആയിട്ട് വരുന്നത് 200 മെഗാ ഒരു സെൻസറാണ്. അതുപോലെ തന്നെ ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ സെൻസർ വരുന്നുണ്ട്, അതും 200 മെഗാ തന്നെ. അതുപോലെ തന്നെ ഒരു അൾട്രാവൈഡ് സെൻസർ വരുന്നുണ്ട് 50 മെഗാ ആൻഡ് ഒരു 50 മെഗാ ഒരു സെൽഫി ഷൂട്ടറും വരുന്നുണ്ട്. സോ 200 മെഗാ സെൻസർ ഒരു ഫോണിൽ ഗൈസ്. PKയ്ക്കും സാധാരണ നമ്മുടെ വിവോയുടെ ഒരു പരിപാടി അറിയാം. അതുക്കപ്പുറം നിങ്ങൾ ഈ ചിന്തിച്ചാൽ മതി ആ ഒരു ഫോണിൽ. എനിവേ ഐഫോണിന്റെയും സാംസങ്ങിന്റെ ഒക്കെ കാര്യം ആ ഒരു സ്പെക്കിൽ തന്നെ ഒതുങ്ങിണ്ടാവും ഗൈസ്. വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ 8K 30fps നിങ്ങൾക്ക് മറ്റേ 200 മെഗാ അല്ല എല്ലാ സെൻസറും വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. പിന്നെ അതല്ലാണ്ട് സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 4K 60fps ഉള്ളൂ. ബാക്ക് ക്യാമറ എല്ലാ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 120 എടുക്കാം. ഓക്കെ, ദെൻ അടുത്തത് എല്ലാ ക്യാമറയിലും OIS ഉണ്ട്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 4 ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് മറ്റേ സീസിന്റെ കൊളാബറേഷൻ ആയിട്ടാണ് വരുന്നത്. സീസിന്റെ ലെൻസ് കോട്ടിംഗ് ആണ്, സീസിന്റെ കളർ സയൻസ് ആണ്. പിന്നെ അതല്ലാതെ ഒട്ടുമിക്ക കുറെ ഫീച്ചേഴ്സ് ക്യാമറയിൽ വരും. വിവോയുടെ ഒരു പരിപാടി അറിയാലോ, ക്യാമറയിൽ അവർ ഒട്ടും ഇത് കോംപ്രമൈസ് ചെയ്യാറില്ല. ഈ പ്രാവശ്യം അങ്ങനെ പ്രതീക്ഷിച്ചോ. ക്യാമറ വിവോ തൂക്കിയത് തന്നെ നമുക്ക് ഈ ഒരു സ്പെക്ക് ആയിട്ടാ തന്നെ പറയാം ഗൈസ്. പിന്നെ ഇത് പറയാൻ ഡിസൈനിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു ഗൈസ്. സോ ഡിസൈനിന്റെ പറഞ്ഞിട്ട് വരാം.
അപ്പോൾ ഇതില് IP68+16 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 232 grams 233 ആ ഒരു ഇതായിട്ട് വെയിറ്റ് വരും. അതുപോലെ തന്നെ 8.3 mm തിക്നെസ് വരുന്നുണ്ട്. പിന്നെ അറിയാവുന്ന പോലെ തന്നെ വിവോയുടെ സാധാ ഡിസൈൻ മറ്റേ വലിയ ക്യാമറ മോഡിയുള്ളതായിട്ട് പൊട്ടത്തില് വിവോയുടെ ട്രേഡ് മാർക്ക് ഡിസൈൻ ആണ്. സോ എനിക്ക് പേഴ്സണലി ആ ഡിസൈൻ ഇഷ്ടമാണ്. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. OS നോക്കുകയാണെങ്കിൽ Android 16 ബേസ്ഡ് ഒറിജിനൽ OS 6 ആണ് ഇതിൽ വരുന്നത്. 5+7 ഇയേഴ്സിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും കിട്ടും. പിന്നെ ഇതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടത്തെ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ കിറ്റ് കിട്ടും. അതും 200 mm വാങ്ങാം, 400 mm കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഇപ്പോ ഗ്രിപ്പില്ലേ, മറ്റേ Xiaomi 17 Ultra കണ്ടുപോലത്തെ ഒരു ഗ്രിപ്പ് ഒക്കെ ആയിട്ട് എക്സ്ട്രാ ബാറ്ററി വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മറ്റേ ടച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അതുപോലത്തെ ഒരു ഗ്രിപ്പിനുള്ള ഒരു കേസില് ആ സാധനം നിങ്ങൾക്ക് ഇതിനോട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ട്രൈപോഡോ അങ്ങനെയൊക്കെ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിനോട് കിട്ടും. അതിന് എക്സ്ട്രാ കാശ് എടുക്കണം. ഈ പറയുന്ന സാധനങ്ങളൊക്കെ എക്സ്ട്രാ കാശ് എടുക്കണ്ട, അത് വേറെ കാര്യം. പിന്നെ ഈ ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,59,999 ആണ് ഇതിന്റെ പ്രൈസ്. മീൻസ് 1,60,000 rupees. സോ ആ വില കൊടുത്ത് ഈ ഫോൺ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്യാമറ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് പകരം ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ എടുത്തോ, ഒന്നും പറയാനില്ല. കിടിലം ഫോണായിരിക്കും, പ്രത്യേകിച്ച് ആ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ വല്ല ഷോർട്ട് ഫിലിമോ സിനിമാറ്റോഗ്രാഫിക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എടുത്തോ, തീർച്ചയായിട്ടും നല്ല ഫോണാണ്. നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുക്കാം. പ്രത്യേകിച്ച് വലിയ സെൻസേഴ്സ് ആണ് ഈ സാധനത്തിൽ വരുന്നത്. ആൻഡ് പിന്നെ ഇതിന്റെ മറ്റേ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ കിറ്റിന്റെ വില എന്ന് പറയുന്നത് 27,999 ആണ്, 28,000. അതുപോലെ തന്നെ മറ്റേ ഞാൻ പറയില്ലേ കേസ് ബാറ്ററി ഒക്കെ എക്സ്ട്രാ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് അതിന്റെ വില 12,000 rupees ആണ്. അപ്പോൾ ഇത്രയും വില കൊടുത്ത് എല്ലാ ആക്സസറീസും കൂടി വാങ്ങിക്കുമ്പോൾ അറൗണ്ട് ഒരു 2 lakh rupees ആവും. ആ പൈസക്ക് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണ്, അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കുക. വിവോയുടെ സൈറ്റിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോകുന്നു.